എവ്രിവൺ, വെൽക്കം ടു ബാങ്കിങ് ചാനൽ. അപ്പൊ നമ്മുടെ SBIയുടെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. SO അഥവാ സ്പെഷ്യലിസ്റ്റ് ഓഫീസറിനുള്ള റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കാം. അപ്പം ഇപ്രാവശ്യം നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് 1000-നടുത്ത് വേക്കൻസീസുമായിട്ടാണ്. 996 വേക്കൻസീസ് ആണ് ടോട്ടൽ വന്നിട്ടുള്ളത്. അപ്പൊ ഏതൊക്കെ പോസ്റ്റ് ആണെന്നും അതിന്റെ വേക്കൻസീസും ഫുൾ ഡീറ്റെയിൽസും നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ഡേറ്റ് ആണ്. അപ്പം രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് ഡിസംബർ 2 ആണ്. അത് 23-ാം തീയതി വരെയാണ് ടൈം ഉള്ളത് നിങ്ങൾക്ക്. ഇനി ആപ്ലിക്കേഷൻ ഫീയുടെ കാര്യം നോക്കുവാണെങ്കിൽ നോൺ റീഫണ്ടബിൾ ഫീ ആയിട്ട് 750 റുപ്പീസ് വരുന്നതായിരിക്കും. അതിന്റെ റീഫണ്ട് കിട്ടുന്നതായിരിക്കൂല. അത് ഏതൊക്കെ കാറ്റഗറീസിനാണ് ഇല്ലാത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ SC കാറ്റഗറി, ST, അതുപോലെ PWBD ഈ കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്ക് രജിസ്ട്രേഷൻ ഫീസ് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഫീസിന്റെ കാര്യം പറയുവാണെങ്കിൽ. അടുത്തത് ഏതൊക്കെയാണ് പോസ്റ്റ്, എത്രത്തോളം വേക്കൻസി ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു 996 വേക്കൻസീസ് ആണ്, 1000-നടുത്ത് വേക്കൻസീസ് ആണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ സ്പ്ലിറ്റ് വരുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ VP വെൽത്ത്, വൈസ് പ്രസിഡന്റ് ഓഫ് വെൽത്ത്, അതിൽ റെഗുലറും ബാക്ക്ലോഗും വരുന്നുണ്ട്. അപ്പം ഈ വർഷത്തെ വേക്കൻസിയും കഴിഞ്ഞ വർഷം ഫില്ലാവാതെയുള്ള വേക്കൻസിയും ടോട്ടലും ചേർത്തിട്ട് 506 വേക്കൻസിയാണ് വരുന്നത്. ഇപ്പൊ SC കാറ്റഗറി നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം 77, ST 34, OBC 119, EWS 46, അതുപോലെ അൺറിസർവ്ഡ് കാറ്റഗറി 188. അങ്ങനെയാണ് 506 വേക്കൻസീസ് വരുന്നത്. അടുത്തത് അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് വെൽത്ത് ആണ്. അതിൽ SC കാറ്റഗറി 33, ST 15, OBC 52, EWS 20, അൺറിസർവ്ഡ് കാറ്റഗറി 82. അങ്ങനെ ടോട്ടൽ 206 വേക്കൻസീസ് ആണ് വരുന്നത്. ഇനി അടുത്തത് കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവിന്റെ ആണ്. അതിൽ 284 വേക്കൻസീസ് ഉണ്ട്. ST 47, ST 21, OBC 73, EWS 28, അതുപോലെ അൺറിസർവ്ഡ് 115. ഇങ്ങനെയാണ് ഇതിന്റെ സ്പ്ലിറ്റ് വരുന്നത്. അങ്ങനെ ടോട്ടൽ 996 വേക്കൻസീസ് ആണ് വരുന്നത്. ഇനി PWBD കാറ്റഗറിയിലുള്ള ആളുകളുടെ നോക്കുവാണെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെയാണ് സ്പ്ലിറ്റ് വരുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, ഇനി ഏജ് നമുക്ക് നോക്കാം. ഏജിന്റെ എക്സ്റ്റൻഷൻ എത്രത്തോളം വരുന്നുണ്ടെന്ന് നോക്കാം. ആദ്യം VP വെൽത്തിനാണെങ്കിൽ മിനിമം 26 വയസ്സായിരിക്കണം, മാക്സിമം 42 വയസ്സ്. അതായത് കുറഞ്ഞത് 26 വയസ്സ് വേണം, 42 വയസ്സിൽ കൂടാനായിട്ടും പാടില്ല. അടുത്തത് AVP വെൽത്ത് ആണ്. അതിന് മിനിമം 23 ഇയേഴ്സ് ആണ്, മാക്സിമം 35. അപ്പം ഏറ്റവും കുറഞ്ഞ ഏജ് AVP വെൽത്തിന് 23, അതുപോലെ 35-ൽ കൂടുതലാവാനും പാടില്ല. ഓക്കെ, അടുത്തത് കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ്, മിനിമം ഏജ് 20 വയസ്സ് തൊട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതിന്റെ റേഞ്ച് വരുന്നത് 35 വയസ്സ് വരെയാണ്. 35 വയസ്സ് വരെ ഉള്ളവർക്കാണ് ഈ ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് ആവുന്ന ജോബിനേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അടുത്തത് ഇനി ഏതൊക്കെ സിറ്റിയിലാണ് പോസ്റ്റുകൾ വരുന്നത് എന്ന് നമുക്ക് നോക്കാം. എത്രത്തോളം പോസ്റ്റുകളും വേക്കൻസീസ് വരുന്നുണ്ടെന്ന് നോക്കാം. അപ്പൊ ആദ്യം തന്നെ കേരളം എടുക്കുവാണെങ്കിൽ തിരുവനന്തപുരം VP വെൽത്തിന് 66 പോസ്റ്റ് വേക്കൻസീസ് ആണുള്ളത്. അതുപോലെ AVP വെൽത്തിന് 11, കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവിന് 35. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. ബാക്കിയുള്ള സ്റ്റേറ്റിലാണ്. ഓക്കെ, പിന്നെ ചെന്നൈ വരുന്നുണ്ട്, VP വെൽത്ത് 28, അതുപോലെ AVP വെൽത്ത് 24, കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് 23. ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാ സ്റ്റേറ്റിലെയും നോക്കിയിട്ട് നമ്മുടെ ഏറ്റവും അടുത്തുള്ള തിരുവനന്തപുരം, അതുപോലെ ചെന്നൈ, ഇതൊക്കെ വെച്ച് നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തത് ഇനി ഓരോ പോസ്റ്റിന്റെയും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കാം. ആദ്യം തന്നെ VP വെൽത്തിന്റെ ആണ്. അതിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വരുന്നത് ഗ്രാജുവേഷൻ ആണ്. മിനിമം ഗ്രാജുവേറ്റഡ് ആയിരിക്കണം, ഏതെങ്കിലും റിക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ. അടുത്തത് പ്രിഫേർഡ് ക്വാളിഫിക്കേഷൻ വരുന്നത് MBA, ബാങ്കിങ്, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഇതിലൊക്കെ MBA എടുത്തിട്ടുണ്ടായിരിക്കണം. മിനിമം 60% മാർക്സ് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. അതുപോലെ തന്നെ NISM, XXI അതുപോലത്തെ സർട്ടിഫിക്കേഷൻസും ഉണ്ടായിരിക്കേണ്ടതാണ്. അടുത്തത് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. അതിൽ എസെൻഷ്യൽ എക്സ്പീരിയൻസ് 6 ഇയേഴ്സ് ഇൻ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്. സെയിൽസ് മാർക്കറ്റിംഗിൽ 6 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആണ് പറയുന്നത്, വിത്ത് ലീഡിംഗ് പബ്ലിക് ഓർ പ്രൈവറ്റ് ഓർ ഫോറിൻ ബാങ്ക്സ്. ഇതാണ് അവർ പറയുന്ന പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഇനി സ്പെസിഫിക് സ്കിൽസ് എന്ന് പറയുന്നത് സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടായിരിക്കണം. അതുപോലെ അനലിറ്റിക്കൽ ആൻഡ് ഇന്റർപേഴ്സണൽ സ്കിൽ അലോങ് വിത്ത് ഫിനാൻഷ്യൽ എക്സ്പെർട്ടൈസ് ആൻഡ് എ ക്ലൈന്റ് സെൻട്രിക് അപ്രോച്ച്. അപ്പൊ ക്ലൈന്റിനെ നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലൈന്റ് സെൻട്രിക് അപ്രോച്ച്, ഇതൊക്കെയാണ് അവർ പറയുന്ന സ്പെസിഫിക് സ്കിൽസ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ജോബ് പ്രൊഫൈലും അതുപോലെ കീ റെസ്പോൺസിബിലിറ്റീസും ഒക്കെയാണ്. അത് നോക്കുവാണെങ്കിൽ ജോബ് പ്രൊഫൈൽ ഇതിനകത്ത് എന്താണ് മെയിൻ ആയിട്ടും വരുന്നത്,
ആക്വയറിംഗ്, നർച്ചറിംഗ്, ഗ്രോയിങ് ആൻഡ് സ്ട്രെങ്തനിങ് റിലേഷൻഷിപ്പ് വിത്ത് ദ അഫ്ലുവൻറ്റ് ക്ലയൻസ് എന്നൊക്കെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ കാണാനായിട്ട് പറ്റും. പിന്നെ വരുന്നത് കീ റെസ്പോൺസിബിലിറ്റീസിൽ അതിൽ ഡീപ്പൻ റിലേഷൻഷിപ്സ്, വെൽത്ത് മാനേജ്മെന്റ്, കംപ്ലയൻസ്, ബ്രാഞ്ച് ഡെവലപ്മെന്റ്, ഇതൊക്കെയാണ് നിങ്ങളുടെ കീ റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അവർ പറയുന്ന ക്വാളിഫിക്കേഷൻ. അപ്പൊ ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആണ് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പം ഇതൊക്കെ ഉള്ളവർ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം അടുത്തത് AVP വെൽത്ത് ആണ്. ഇതിന്റെ മാൻഡേറ്ററി ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ വരുന്നത് ഗ്രാജുവേഷൻ തന്നെയാണ്. അടുത്തത് വെയിറ്റേജ് വിൽ ബി ഗിവൺ ടു ദ കാൻഡിഡേറ്റ്സ് വിത്ത് പോസ്റ്റ് ഗ്രാജുവേഷൻ. പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളത് ഫിനാൻസ് ആ ഒരു ഏരിയയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ള കാൻഡിഡേറ്റ്സിന് ഒരു വെയിറ്റേജ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അടുത്തത് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് മാൻഡേറ്ററി ആയിട്ടും പറയുന്നുണ്ട്. 3 years ഇൻറ്റു സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മിനിമം 3 years as a relationship manager or similar role, preferably in wealth management. അപ്പൊ 3 years എക്സ്പീരിയൻസ് എങ്കിലും റിലേഷൻഷിപ്പ് മാനേജർ ആയിട്ടോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും റോളുമായിട്ടോ നിങ്ങൾക്ക് ഉണ്ടാവണം. അതൊക്കെയാണ് ഇതിൽ പറയുന്ന ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇനി സ്കിൽസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നേരത്തെ ഉള്ളതുപോലെ തന്നെ സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അനലിറ്റിക്കൽ ആൻഡ് ഇന്റർപേഴ്സണൽ സ്കിൽ, ഇതൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അത് VP വെൽത്തിലും ഈ സെയിം കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണാനായിട്ട് പറ്റും. ആദ്യത്തത് ഡീപ്പൻ റിലേഷൻഷിപ്പ്, പിന്നെ വെൽത്ത് മാനേജ്മെന്റ്, കംപ്ലയൻസ്, ബ്രാഞ്ച് ഡെവലപ്മെന്റ്, ഇതൊക്കെയാണ് സെയിം VP വെൽത്തിലും വരുന്നത്. അപ്പം ഇതൊക്കെയാണ് മെയിൻ ആയിട്ടും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ടുള്ളവർ ഈ ഒരു കാര്യങ്ങളൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാനായിട്ട് പറ്റും. അടുത്തത് പോസ്റ്റ് കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവിന്റെ ആണ്. അതിന്റെ മാൻഡേറ്ററി ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രാജുവേഷൻ ആണ്. പിന്നെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് വരുന്നത് പ്രിഫേർഡ് എക്സ്പീരിയൻസ് ഇൻ ഡോക്യുമെന്റേഷൻ റിക്വയർമെന്റ്സ് ഓഫ് ഫിനാൻഷ്യൽ പ്രൊഡക്ട്സ് ആൻഡ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. അപ്പൊ ഇതൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അതുപോലെ ഡോക്യുമെന്റേഷൻ റിക്വയർമെന്റ്സും, ഇതൊക്കെയാണ് അതിൽ മെയിൻ ആയിട്ടും വരുന്ന പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് സ്കിൽസ് റിക്വയർഡ്, മാൻഡേറ്ററി സ്പെസിഫിക് സ്കിൽ റിക്വയർഡ് എന്ന് പറയുന്നത് ഷുഡ് ഹാവ് എ വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഫോർ 2-wheeler. അപ്പൊ 2-wheelerന് ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ലൈസൻസ്, ഇതാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടും പറയുന്ന സ്കിൽ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ജോബ് പ്രൊഫൈലും അതുപോലെ കീ റെസ്പോൺസിബിലിറ്റീസും വരുന്നുണ്ട്. അസിസ്റ്റിംഗ് റിലേഷൻഷിപ്പ് മാനേജേഴ്സ് ഇൻ കളക്ടിങ് ആൻഡ് ഡെലിവറി ഓഫ് ഡോക്യുമെന്റ്സ് ആണ്. അപ്പൊ കൂടുതലും അതുകൊണ്ട് തന്നെയാണ് ഡ്രൈവിംഗ് ലൈസൻസിന്റെ ആ ഒരു ക്വാളിഫിക്കേഷൻ, ആ ഒരു സ്കില്ലും അവർ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ മാൻഡേറ്ററി ആയിട്ടുള്ള ക്വാളിറ്റീസ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്, ഈ ഒരു വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക. ഇപ്പൊ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് ഈ ഒരു വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തിട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുവാണെങ്കിൽ അതിന്റെ ഒരു അഡ്വർടൈസ്മെന്റ് പോലെ കാണാൻ പറ്റും. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ എല്ലാവരും ഈ ഒരു കാര്യങ്ങളൊക്കെ, ഈ ഒരു ക്രൈറ്റീരിയസ് ഒക്കെ മീറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു ചാൻസ് മിസ്സാക്കാതെ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ താങ്ക് യു.